ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പു വിചാരങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ പൗലോസ് ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22-ാം തിരുവചനം. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ഓരോ നോമ്പുകാലവും നവീകരണത്തിൻ്റെ കാലമാണ്. പാമ്പതിൻ്റെ പടം പൊഴിക്കുന്നത് പോലെയും വൃക്ഷങ്ങൾ അതിൻ്റെ ഇലകൾ കൊഴിക്കുന്നത് പോലെയും പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ശരീരത്തിലും ആത്മാവിലും പുതു ചൈതന്യം നിറച്ച് നവീകരിക്കുവാൻ കർത്താവ് ക്ഷണിക്കുന്ന കാലം. പലപ്പോഴും ഈ നവീകരണത്തെക്കുറിച്ച് ആർക്കും ചിന്തയില്ല. നോമ്പുകാലം ഭക്ഷണക്രമങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. എങ്ങനെയാണ് ഈ നവീകരണം സാധ്യമാകുക? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം തിരുവചനം. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഈ നോമ്പുകാലം ഫലദായകമാക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.